കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. സീറ്റ് നിർണയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഉള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രജിത് കുമാർ നൽകും. ഒപ്പം കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും എറണാകുളത്തും കോൺഗ്രസിൽ ഒരു സസ്പെൻസ് തുടരുകയാണ്. അതിന്റെ വാർത്തകളൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആദ്യം രജിത്തിലേക്കാണ്. രജിത്, ഗുഡ് മോർണിംഗ്. പ്രശാന്ത് ഓൾസോ ഗുഡ് മോർണിംഗ്. രജിത്തിലേക്കാണ് പോകുന്നത്. രജിത്ത്, ഈ കെ സുധാകരന്റെ നിലപാട് കോൺഗ്രസിന് വലിയ തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 92 പേരാണ് കോൺഗ്രസിൽ മത്സരിക്കുക എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 55 സ്ഥാനാർത്ഥികളുടെ പേരുകളും വന്നു. ചില ഇടങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയായി മാറുകയാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച്. അഖില, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ്. എന്നാൽ അതിനുശേഷമാണ് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. എങ്കിൽ തന്നെയും 55 സ്ഥാനാർത്ഥികളുടെ പേരുകൾ, ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ പ്രചരണ പരിപാടികളൊക്കെയും ആരംഭിച്ചിരുന്നുവെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മാത്രമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന് ചെയ്യാനായത്. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഇന്ന് കഴിഞ്ഞ ആദ്യ ഘട്ടത്തിൽ 55 സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 37 സ്ഥാനാർത്ഥികളെ കൂടി ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ കെ സുധാകരൻ അടക്കമുള്ളവരുടെ ഏറ്റവും നിർണായകമായ സീറ്റുകളിലടക്കമാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ അകലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ ഇടഞ്ഞു തന്നെയാണ്. കാരണം MPമാർ മത്സര രംഗത്തേക്ക് എത്തേണ്ടതില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് ആ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കെ സുധാകരനെ ഏറെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നടക്കം മാറി നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിര ക്ഷണിതാവ് കൂടിയാണ് കെ സുധാകരൻ. അദ്ദേഹം പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെത്തി ഡൽഹിയിൽ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് സംസാരിക്കുകയും കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണുള്ളത്. അങ്ങനെയെങ്കിൽ LDF-ന് പിന്നാലെ കോൺഗ്രസിൽ നേരത്തെ മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എങ്ങും എത്തിയിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF-ന് പിന്നാലെ കോൺഗ്രസിലും ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നു. അത് കെ സുധാകരൻ എന്തായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന ഒരു കാര്യമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം നൽകുന്നതിനായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ഇന്നും ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. അത് ഇന്ന് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ അന്തിമ രൂപം അല്ലെങ്കിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരനാണ്, TK ഗോവിന്ദനും ഒറ്റപ്പാലത്ത്. ദയവായി തുടരുക. കെ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും കോൺഗ്രസിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനം. പെരുമ്പാവൂർ അടക്കമുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ദീപ്തി മേരി വർഗീസിനെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50ഓളം സീറ്റുകളാണ് ഈ മധ്യ കേരളത്തിൽ വരുന്നത്. ആ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ LDF-ന് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ ഈ മധ്യ കേരളം പിടിക്കാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായും പിടിക്കാൻ കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താമെന്നാണ് UDF കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഈ സ്ഥാനാർത്ഥി നിർണയം. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. പക്ഷേ 24 കഴിഞ്ഞു, 48 മണിക്കൂറും കഴിയുമ്പോഴാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോഴും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നില്ല. മാത്രമല്ല, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒഴിച്ചിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തൃപ്പൂണിത്തറയുണ്ട്, വൈപ്പിനുണ്ട്, കൊച്ചിയുണ്ട്, അതുപോലെ തന്നെ പെരുമ്പാവൂരുണ്ട്. ഇതിൽ 2 നിർണായക സ്ഥലങ്ങളാണ്. ഒന്ന് പെരുമ്പാവൂരാണ്, മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ്. ഈ 2 സ്ഥലങ്ങളിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് പകരമായി പെരുമ്പാവൂരിൽ ഉയർന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴും കുന്നപ്പള്ളിക്ക് സീറ്റുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്ന് കോൺഗ്രസ് നേതൃത്വം കുന്നപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേതൃത്വം ഇതുവരെ തനിക്ക് സീറ്റില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കുന്നപ്പള്ളി വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു വ്യക്തത വന്നില്ലെങ്കിലും ഒരു സൂചന ഏതായാലും ഈ സീറ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്
അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിൽ ആരെത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ ബാബു മത്സരരംഗത്തില്ല. കെ ബാബു ഇതുവരെ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് കെ ബാബു പറയുന്നുണ്ടെങ്കിലും ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയുടെ പേരിന് അവിടെ സാധ്യത ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചി, അതുപോലെ തന്നെ വൈപ്പിൻ, ഈ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ്. വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തറയിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ MB ഷൈനി സ്ഥാനാർത്ഥിയാകുന്നു. സ്വാഭാവികമായും UDF ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ജയിച്ചു കയറാമെന്നൊരു പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ദീപക് ജോയി കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലം കൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊച്ചി KJ മാക്സിയുടെ മണ്ഡലമാണ്. അവിടെ കാര്യം എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായി നടക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരുപക്ഷെ വടക്കൻ കേരളത്തിലടക്കം UDF കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ മുന്നേറ്റം ഉണ്ടാകേണ്ടത് മധ്യ കേരളത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് 14 സീറ്റുണ്ട് എറണാകുളം ജില്ലയിൽ. കഴിഞ്ഞ തവണ അതിൽ തന്നെ 5 സീറ്റിലാണ് LDF വിജയിച്ച് കയറിയത്. ഇത്തവണ അതിന് മാറ്റമുണ്ടാക്കാൻ കഴിയും. അതായത് 14 സീറ്റും വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കളമശ്ശേരിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് വരെ അത്ര ഉറപ്പില്ല. പക്ഷേ മറ്റു മണ്ഡലങ്ങൾ 13 മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റിംഗ് MLA-മാരിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നപ്പള്ളിയെ മാത്രമാണ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മധ്യ കേരളത്തിൽ ഇടുക്കി, അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് UDF കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ചില നിർദ്ദേശങ്ങളാണ് കനകുലു അടക്കം നൽകുകയും ഒക്കെ ചെയ്ത് അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കും. പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഈ സമയം അങ്ങ് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 3ാമത്തെ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ശരി, രജിത്തിലേക്ക് കൂടി. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സമയം ഏകദേശം, അതായത് രജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം കഴിയുന്നു. അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയാവുകയാണ്. MLA-മാരെ എല്ലാവരെയും മത്സരിപ്പിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകളാണല്ലോ വരുന്നത്. തീർച്ചയായും ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ മണ്ഡലങ്ങളിലെ സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ജില്ലകളിലും സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ MP-മാരെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് വലിയൊരു കിറാമുട്ടിയായിട്ട് വന്നിട്ടുള്ളതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സീറ്റിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കോന്നി ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം മറ്റ് നേരത്തെ നമുക്കറിയാം വിവിധ MP-മാർ, പല MP-മാരും മത്സര താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. അവയിൽ ഒരു തീരുമാനമായിട്ടില്ല. അതേ സമയത്ത് തന്നെയാണ് കെ സുധാകരനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. മറ്റാരും അഭിപ്രായ പ്രകടനങ്ങൾ നേരിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ ഈ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ നേരിട്ട് ഒരു സമര രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് കെ സുധാകരനാണ്. കെ സുധാകരൻ ഇന്ന് എന്തു പറയും എന്നത് തന്നെ ഏറ്റവും പ്രധാനമാണ്. കെ സുധാകരനെ ഏത് തരത്തിൽ ഇവർ സമാധാനപ്പെടുത്തും എന്നതും കാണേണ്ടതുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു നിർണായകമായ ദിവസം കൂടിയാണ് കോൺഗ്രസിന് ഇന്ന്. സ്ഥാനാർത്ഥി നിർണയം വലിയൊരു കിറാമുട്ടി കോൺഗ്രസിൽ തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം മുന്നേക്ക് പോകുന്നു. 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ എത്താൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള ദിവസവും ഇങ്ങനെ അടുക്കുകയാണ്. മറ്റ് മുന്നണികളൊക്കെയും തന്നെ പ്രചരണവുമായി രംഗത്തേക്ക് എത്തുന്ന സമയത്ത് കോൺഗ്രസിന് 37 സ്ഥാനാർത്ഥികളെ കൂടി ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് പ്രധാനപ്പെട്ട ജില്ലകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിലൊക്കെയും ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് എന്നതും ഒരു നിർണായക കാര്യം കൂടിയാണ്. അത്തരത്തിൽ ഒരു നിർണായക ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുള്ളത്. സുധാകരൻ എന്തു പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിനുള്ളിൽ ഒരു പ്രധാന വെല്ലുവിളിയായി ഇന്നത്തെ ദിവസത്തിൽ ഉള്ളത്. രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയതൊപ്പം കൊച്ചിയിൽ നിന്നും KK പ്രശാന്തും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. മുതിർന്ന നേതാക്കളുടെ തീരുമാനം ഇനി എങ്ങനെയാണ്? പല നേതാക്കൾക്കും വേണ്ടിയും മുതിർന്ന നേതാക്കൾ ഇടപെടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ആ 37 സീറ്റുകൾ വലിയ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഈ കാലത്ത് ആ 37 സീറ്റും നിർണായകമായി ഒന്നായി മാറാൻ പോവുകയാണ് ആ സ്ഥാനാർത്ഥി നിർണയം.